മക്കളെ, നിങ്ങൾക്ക് മുകളിൽ ഒരു ചോദ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ? ഇത് ആരാണ്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇവിടെ കുറച്ച് ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഒരു വര തന്നിട്ടുണ്ട്, പിന്നെ 2 ഡോട്ടും തന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സൂചനകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആളെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതാ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇത് ആരാണ്? വേറെ ആരുമല്ല, നമ്മുടെ പട്ടമാണ് അല്ലെ? അപ്പൊ ഇത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വായ്ക്കു നിറം നൽകൂ. വാല് നീല, ചിറക് പച്ച, വരയുടെ മുകളിൽ കറുപ്പാണ്, താഴെ ചുവപ്പാണ്. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു പട്ടത്തിന് നമ്മൾ എന്ത് ചെയ്യുവാണ്? ചെറുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ പട്ടം ഇതാണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? കളറും കൂടി കൊടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ? വാല് നീല. അപ്പൊ നമ്മൾ ഇതാ വാലിന് നീല നിറം കൊടുത്തു. ഇനി ചിറക് പച്ച. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ചിറകിന് നമുക്ക് പച്ച നിറം കൊടുക്കണം. അപ്പൊ ഇതാ ചിറക് നമ്മളിതാ പച്ച നിറം കൊടുത്തു. അപ്പൊ മക്കൾ വളരെ ഭംഗിയായിട്ട് കളർ ചെയ്യുമെന്ന് മിസ്സിനറിയാം. ഇനി വരയുടെ മുകളിൽ കറുപ്പ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു വരയുടെ മുകളിൽ നമുക്ക് കറുപ്പ് കൊടുക്കണം. ഇതാ നമ്മൾ കറുപ്പ് കൊടുത്തു. താഴെ ചുവപ്പ്. അപ്പൊ ഈ വരയുടെ മുകളിൽ കറുപ്പ് എന്ന് പറയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി താഴെ ചുവപ്പാണ്, അതായത് വരയുടെ താഴെ നമ്മൾ ചുവപ്പാണ്. സോ ഈ ഭാഗം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റെഡ് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒളിഞ്ഞിരിക്കുന്ന പട്ടത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന സൂചനകൾ നോക്കിയിട്ട് നമ്മൾ കളർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.